നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ അക്കൗണ്ടൻസിയുടെ അടുത്തൊരു വീഡിയോ ലെസണിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ അക്കൗണ്ടൻസിയിൽ പലവിധ വാക്കുകൾ, ടേംസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുകാരെ അധികം താമസിപ്പിക്കുന്നില്ല, നമുക്ക് ആദ്യമേ തന്നെ വിവിധ അക്കൗണ്ടിങ് ടേംസിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അക്കൗണ്ടിങ് ടേംസ് ഏതൊക്കെയാണ്. ഏകദേശം 20ഓളം അക്കൗണ്ടിങ് ടേംസ്, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വാക്കുകൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. വളരെ നല്ല കളർഫുൾ ആയിട്ടുള്ള അനിമേറ്റഡ് പിക്ചർ ഒക്കെ അടങ്ങിയ ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും അവസാനം വരെ കാണുക. ആദ്യമായിട്ടുള്ള ഒരു വാക്ക് എൻറ്റിറ്റി. എൻറ്റിറ്റി ഒരു പ്രത്യേക സംരംഭം. നമ്മുടെ ബിസിനസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സംരംഭമാണ്. അത് അതിന്റെ ഓണറിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു സംരംഭമാണ്. ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ഉള്ളതാണ്. പലപ്പോഴും ഈ ലീഗൽ നിയമ നടപടികളൊക്കെ നേരിടുമ്പോൾ സ്ഥാപനത്തിന്റെ പേരിൽ കേസ് വരികയാണെങ്കിൽ സ്ഥാപനത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഓണറാണ് പോകാറുള്ളത്. അപ്പൊ ഇവിടെ എൻറ്റിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഓർത്തിരിക്കുക. എൻറ്റിറ്റി മീൻസ് എ റിയാലിറ്റി ദാറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്. ഒരു ഇൻഡിവിജ്വൽ, ഒരു പ്രത്യേകമായിട്ടുള്ള നിലനിൽപ്പുള്ള വളരെ റിയൽ ആയിട്ടുള്ള ഒരു തിങ്ങാണ്, ഒരു സംരംഭമാണ്, ഒരു സ്ഥാപനമോ ഒരു വ്യക്തിയോ ആകാം. അതാണ് എൻറ്റിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ പറയുന്നത് ബിസിനസ് എൻറ്റിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട വാക്ക് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്. ഒരു പ്രത്യേക നിലനിൽപ്പ്, ഒരു വേറിട്ട നിലനിൽപ്പ് ഉള്ള ഒരു കാര്യമാണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ബിസിനസ്സിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നതെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ബിസിനസ് എൻറ്റിറ്റി മീൻസ് എ സ്പെസിഫിക്കലി ഐഡന്റിഫയബിൾ ബിസിനസ്. സ്പെസിഫിക്കലി ഐഡന്റിഫയബിൾ ബിസിനസ്, പ്രത്യേകം നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന, അതിന്റെ ഓണറിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു സംരംഭം, ഒരു കോൺസെപ്റ്റ് ആണ് ബിസിനസ് എൻറ്റിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, എപ്പോഴും നമ്മൾ സൂപ്പർ ബസാർ അല്ലെങ്കിൽ ബിഗ് ബസാർ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്, മാർജിൻ ഫ്രീ മാർക്കറ്റ്, ഇങ്ങനെയുള്ള ബിസിനസ് എൻറ്റിറ്റിയെ കുറിച്ച് പറയുമ്പോൾ, ബിസിനസ് സംരംഭങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതും അതിന്റെ ഓണറും രണ്ടാണ്. അത് സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്, ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ ബസാർ, ഹയർ ജുവല്ലറീസ്, ITC ലിമിറ്റഡ് എന്നൊക്കെ പറയുന്ന സ്ഥാപനങ്ങൾ ഒരു പ്രത്യേക നിലനിൽക്കുന്ന, വ്യത്യസ്തമായിട്ട് അതിന്റെ ഓണറിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിലനിൽക്കുന്ന സംരംഭങ്ങളാണ്. അതാണ് എൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു വാക്ക്. അപ്പൊ നമ്മളിവിടെ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാക്ക് കുറെ കൂടി നിങ്ങൾക്ക് വ്യക്തമാകും. അപ്പോൾ ആദ്യത്തെ വാക്ക് എന്ന് പറയുന്നത് എൻറ്റിറ്റി എന്നതാണ്. ഇനി ട്രാൻസാക്ഷൻ ആണ് അടുത്തൊരു വാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ചില ആൾക്കാർ സാധനം വാങ്ങിക്കുന്നു, അല്ലെ? നമ്മൾ സാധനം വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ വിൽക്കുന്നത് അല്ലെങ്കിൽ ബാങ്കിലേക്ക് കാശ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ അവിടെ നമ്മൾ ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കൈമാറ്റം. അപ്പൊ പ്രധാനമായിട്ടും 3 ട്രാൻസാക്ഷൻസ് ആണ്, 3 തരത്തിലുള്ള ട്രാൻസാക്ഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് വളരെ പണ്ട് മുതൽക്കേ ഉള്ള ബാർട്ടർ ട്രാൻസാക്ഷൻ ആയാലും, അതോടൊപ്പം തന്നെ ക്യാഷ് ട്രാൻസാക്ഷൻ ആയാലും, അല്ല എങ്കിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, ഇങ്ങനെ 3 തരത്തിലുള്ള ട്രാൻസാക്ഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ആ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ബിസിനസ്സിൽ നടക്കുന്ന ഒരു ഈവന്റ് ആണ്. ബിസിനസ് ട്രാൻസാക്ഷൻ, അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. അപ്പോൾ an event involving some value between 2 or more entities. It can be a purchase of goods, receipt of money, payment to a creditor, incurring expense. അപ്പോൾ ഒത്തിരി എക്സാമ്പിൾസ് ഇവിടെ പറയുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി എ ക്യാഷ് ട്രാൻസാക്ഷൻ ഓർ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ഇന്ന് നമ്മൾ പ്രാധാന്യം നൽകുന്നത് ക്യാഷ് ട്രാൻസാക്ഷനും ക്രെഡിറ്റ് ട്രാൻസാക്ഷനും ആണ്. എന്തിന് പ്രാധാന്യം നൽകുന്നില്ല? ബാർട്ടർ ട്രാൻസാക്ഷന് പ്രാധാന്യം നൽകുന്നില്ല. അപ്പോൾ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട എക്സാമ്പിൾസ് ഇവിടെ പറയുന്നുണ്ട്. പർച്ചേസ് ഓഫ് ഗുഡ്സ്, നമ്മൾ സാധനം വാങ്ങുന്നു, പല കടകളിൽ നിന്നും സാധനം വാങ്ങുന്നു. ചിലപ്പോൾ അത് വിൽക്കാൻ വേണ്ടിയായിരിക്കാം, അല്ല എങ്കിൽ പ്രൊഡക്ഷന് വേണ്ടിയായിരിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ കടത്തിനാണ് സാധനം വാങ്ങിക്കുന്നതെങ്കിൽ കടത്തിന് സാധനം നമുക്ക്, മെറ്റീരിയൽസ് നമുക്ക് നൽകുന്ന, ഗുഡ്സ് നൽകുന്ന ആളിനെ
സെല്ലർ എന്നറിയപ്പെടുന്നത് അല്ലെ, കടത്തിന് നൽകുന്ന ആളിനെ നമ്മൾ ക്രെഡിറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് കൊടുക്കേണ്ട കാശ്, അതോടൊപ്പം തന്നെ നമ്മൾ വർക്കേഴ്സിന് കൊടുക്കുന്ന സാലറി, നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ഇലക്ട്രിസിറ്റി ബില്ലിന്റെ ചാർജ്, ഫോണിന്റെ ബില്ലിന്റെ ചാർജ്, വാട്ടർ ചാർജ്, ഇതൊക്കെ പേയ്മെന്റ് ആണല്ലേ, എക്സ്പെൻസ് ആണ്. അപ്പോൾ അതിനെല്ലാം നമ്മൾ എന്താ പറയുക, ട്രാൻസാക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആൻ ഈവന്റ് ഇൻവോൾവിംഗ് സം വാല്യൂ ബിറ്റ്വീൻ ടു ഓർ മോർ എൻറ്റിറ്റീസ്, രണ്ട് അതിലധികമോ എൻറ്റിറ്റീസ്, സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള ഇടപാടിനെയാണ്, കൈമാറ്റത്തെയാണ്, കാശ് കൊടുത്തിട്ടോ കൊടുക്കാതെയുള്ള കൈമാറ്റത്തിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്, ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വാക്കെന്ന് പറയുന്നത് അസറ്റ് ആണ്. അസറ്റ് നമുക്ക് ഒത്തിരി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് അസറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ഥാപനത്തിനുള്ള എല്ലാ തരത്തിലുള്ള എക്കണോമിക് റിസോഴ്സസിനെയും നമുക്ക് കാണാനും തൊടാനും അല്ലെങ്കിൽ സ്പർശിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒത്തിരി അസറ്റ്സ് ഉണ്ട്. അങ്ങനെയുള്ള എക്കണോമിക് റിസോഴ്സസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അസറ്റ്സ് ആർ എക്കണോമിക് റിസോഴ്സസ് ഓഫ് ആൻ എന്റർപ്രൈസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഫുള്ളി എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്. അപ്പോൾ പണപരമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസിനെയാണ്, റിസോഴ്സസിനെയാണ്, എക്കണോമിക് റിസോഴ്സസിനെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ലാൻഡ്, നമുക്കുള്ള ബിസിനസ് നടത്തുന്നിടത്തുള്ള ഭൂമി, അല്ല എങ്കിൽ എന്താ പറയുക, നമ്മുടെ ബിൽഡിങ്, കാറ്, മെഷീനറി എല്ലാം നമുക്ക് അസറ്റ് ആയിട്ട് പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ നാട്ടിൽ നമ്മുടെ സ്ഥാപനത്തിന് നല്ല പേരാണെന്നുണ്ടെങ്കിലോ അത് നമുക്ക് അസറ്റ് ആണ്. അപ്പോൾ ആ നല്ല പേര്, സൽപ്പേരിന് നമ്മൾ ഗുഡ് വിൽ എന്നാണ് പറയുന്നത്. സോ അസറ്റ്സ് ആർ ഐറ്റംസ് ഓഫ് വാല്യൂ യൂസ്ഡ് ബൈ ദ ബിസിനസ് ഇൻ ഇറ്റ്സ് ഓപ്പറേഷൻ. ബിസിനസ് ഓപ്പറേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് തരത്തിലുള്ള വാല്യൂബിൾ ആയിട്ടുള്ള ഐറ്റത്തിനെ നമ്മൾ അസറ്റ് ആയിട്ട് പറയും. രണ്ട് തരത്തിലുള്ള അസറ്റ് ആണ് ഉള്ളത്, കറണ്ട് അസറ്റ് ഓർ നോൺ കറണ്ട് അസറ്റ്. ചെറിയ കാലയളവിലേക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അസറ്റിനെ കറണ്ട് അസറ്റ് എന്നും ദീർഘകാലയളവിലേക്ക് ഉപയോഗിക്കുന്നതിനെ നോൺ കറണ്ട് അസറ്റ് എന്നും പഠിക്കും. നമ്മൾ വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് ഇനി പഠിക്കും. അപ്പോൾ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് റിസോഴ്സസ്, ബിസിനസിന്റെ പ്രോപ്പർട്ടിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് അസറ്റിനുള്ളത്. ഇവിടെ വളരെ വ്യക്തമായിട്ട് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ ഒന്ന് ഓർത്തിരിക്കുക, ഓരോ പോയിന്റും ഓർത്തിരിക്കുക. അപ്പോൾ അസറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് തരമാണ്, കറണ്ട് അസറ്റും നോൺ കറണ്ട് അസറ്റും. കറണ്ട് അസറ്റിനകത്ത് വരുന്ന ഐറ്റംസ് ഒക്കെ ഒന്ന് നോക്കി. ക്യാഷ് ഇൻ ഹാൻഡ്, നമ്മുടെ കയ്യിലുള്ള പണം. ക്യാഷ് അറ്റ് ബാങ്ക്, നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള തുക, അല്ലെ, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള തുക. സ്റ്റോക്ക്, നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, മെറ്റീരിയൽസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് മെറ്റീരിയൽസ് വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് റോ മെറ്റീരിയൽസ് എന്നും, അത് പ്രൊഡക്ഷൻ കഴിഞ്ഞ് വിൽക്കാനുള്ള രൂപത്തിലായാൽ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് നമ്മൾ പറയും. എല്ലാം സ്റ്റോക്ക് ആണ്. സ്റ്റോക്കിനെ ഇൻവെന്ററി എന്നും പറയും. ഇനി വരുന്ന ഏരിയകളിൽ നമ്മൾ വളരെ വിശദമായിട്ട് ഇതിനെ പഠിക്കുന്നുണ്ട്. ഡെപ്റ്റേഴ്സ്, നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കടത്തിന് സാധനം വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ കടത്തിന് കാശ് വാങ്ങിച്ചിട്ട്, ലോണായിട്ടോ മറ്റോ വാങ്ങിച്ചിട്ട് കാശ് തിരിച്ചു തരാനുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കടത്തിന് കാശ് വാങ്ങി പ്രോഡക്റ്റ് വിറ്റു, കടത്തിന് പ്രോഡക്റ്റ് വിറ്റു. എൻ്റെ ഒരു കൂട്ടുകാരന് ഞാൻ കുറച്ച് മെറ്റീരിയൽസ് വിറ്റു, കടത്തിനായി കാശ് പിന്നെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ബില്ലുണ്ടാക്കി, ഒരു റെസീറ്റ് ഉണ്ടാക്കിയിട്ട് എന്തൊക്കെ സാധനമാണ് വിറ്റത്, എത്ര രൂപയുടെ ആണ് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം എഴുതി എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന്, ആർക്കാണ് വിറ്റത് അയാളുടെ കയ്യിൽ നിന്ന് ഒരു ഒപ്പിട്ട് വാങ്ങിക്കുന്നു. അപ്പോൾ ഒപ്പിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വളരെ നിയമപരമായിട്ട് വാലിഡിറ്റി ഉള്ള ഒരു ഡോക്യുമെന്റ് ആണ്. ഈ ബില്ലിനെ എനിക്ക് എന്ത് ചെയ്യാം, എൻ്റെ ബാങ്കിൽ കൊണ്ടുവന്ന് ഡിസ്കൗണ്ട് ചെയ്ത് ആ പണം എനിക്ക് കൈപ്പറ്റാം. എനിക്ക് ആ പണം കൈപ്പറ്റാം. ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് അസറ്റ് ആയിട്ട് മാറിയത്. ബിൽസ് റിസീവ്ഡ് എന്ന് പറയുന്നത് നമുക്ക് കടത്തിന് സാധനം വിറ്റതിന്റെ കാശ് കിട്ടാനുള്ളതിന്റെ ബില്ലാണ്. ആ ഡോക്യുമെന്റിനെ നമുക്ക് ബാങ്കിൽ കൊണ്ടുചെന്ന് ഡിസ്കൗണ്ട് ചെയ്ത് കാശാക്കി മാറ്റാൻ പറ്റും. അത്രയുമാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന കറണ്ട് അസറ്റ്. നോൺ കറണ്ട് അസറ്റ്, കറണ്ട് അസറ്റ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാശാക്കി മാറ്റാൻ പറ്റുന്നതാണെന്നുള്ളത് പറയുന്നു. പക്ഷെ നോൺ കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ രണ്ടായിട്ടാണ് വീണ്ടും തരംതിരിക്കുന്നത്. നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്നും ഫിക്സഡ് അസറ്റ് എന്നും. നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള തുക ഒരു ബാങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനിയിലോ ഒന്നിൽ കൂടുതൽ വർഷത്തേക്ക് ദീർഘകാലയളവിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ചിലപ്പോൾ 5 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ആ തുക കിട്ടുക. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്, ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റും ഇൻടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റും. അപ്പോൾ ഓർത്തിരിക്കുക, ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ കറണ്ട് അസറ്റ് ആണ്. അതും ലോങ് പീരീഡിലേക്ക് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അസറ്റിനെയാണ്
ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് അതിപ്പോൾ ലാൻഡോ, നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഭൂമിയോ, അല്ലെങ്കിൽ അതിലുള്ള കെട്ടിടമോ, അല്ലെങ്കിൽ അതിനകത്തുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറിയോ, വെഹിക്കിൾസോ, നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സോ എന്ത് തന്നെ ആകാം. അപ്പൊ ഇതിനെ ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയും. നമുക്ക് കാരണം ഇതിനെ ടച്ച് ചെയ്യാം, അതിന്റെ ഒരു ഫിസിക്കൽ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതേസമയം തന്നെ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഫിക്സഡ് അസറ്റ് ഉണ്ട്, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്ത ഫിക്സഡ് അസറ്റ് ഉണ്ട്. ഒരു കമ്പനിക്കുള്ള സൽപ്പേര്, അതിനെ ഗുഡ്വിൽ എന്ന് പറയും. അപ്പോൾ ആ കമ്പനിയുടെ സൽപ്പേര് എന്ന് പറയുന്നത്, നല്ല പേര്, എപ്പോഴും ഒരു അസറ്റാണ്, ടച്ച് ചെയ്യാൻ പറ്റാത്ത അസറ്റാണ്, അതുകൊണ്ട് ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ട്രേഡ് മാർക്ക് ആ സ്ഥാപനത്തിന്റെ, പ്രത്യേകിച്ച് ബ്രാൻഡഡ് കമ്പനികളുടെ ഒരു പ്രത്യേകതയാണ്, അവർക്കൊരു ബ്രാൻഡ് നെയിമോ സിംബലോ ഉണ്ടായിരിക്കും. ഒത്തിരി ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് വിൽക്കുന്ന കമ്പനികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരുപയോഗിക്കുന്നത് ഒന്നുകിൽ ഒരു ചെറിയ വാക്കോ അല്ലെങ്കിൽ ഒരു എംബ്ലം ആയിരിക്കും. കോമൺ ആയിട്ട് നമ്മൾ അറിയുന്നത് ബാറ്റ അല്ലെ. ബാറ്റയുടെ ഐറ്റം എന്ന് പറയുന്നത് ചപ്പൽസിന്റെ വേണ്ടി അല്ലെങ്കിൽ ബാഗിന് വേണ്ടിയുള്ള പ്രോഡക്റ്റിന് വേണ്ടിയുള്ളതാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക അതാണ്. അങ്ങനെയുള്ള ഒത്തിരി എക്സാമ്പിൾസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോ ആ ബ്രാൻഡ് നെയിം ഗവൺമെന്റ് അതോറിറ്റീസിന്റെ മുമ്പിൽ കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ട്രേഡ് മാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ട്രേഡ് മാർക്ക് ഒരിക്കലും ഒരു കമ്പനിക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, മറ്റൊരു കമ്പനിക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അത് അസറ്റാണ്. അപ്പോൾ കമ്പനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ വിറ്റ് കാശാക്കാം. വേറെ എന്ത് ചെയ്യാൻ, ഓണർഷിപ്പ് മാറുന്നത് പോലെ കൊടുത്ത് അത് വിറ്റ് കാശാക്കാം. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസും ഇൻടാഞ്ചിബിൾ അസറ്റാണ്. കാരണം നമുക്ക് അതുകൊണ്ട് യൂസ് ഉണ്ട്. നമ്മുടെ അക്കൗണ്ടിങ് ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാം, ഓൺലൈൻ ബൈയിങ് ആൻഡ് സെല്ലിംഗ് നടത്താം, മാർക്കറ്റിംഗ് നടത്താം. അതുപോലെ തന്നെ പാറ്റേൺ, ചില പ്രോഡക്റ്റ് ചിലർക്ക് മാത്രം ഉത്പാദിപ്പിക്കാനുള്ള ഒരു അധികാരം കൊടുക്കുന്നു. ആ അധികാരമാണ് പാറ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന പ്രോഡക്റ്റ് അതിനെ മോഡിഫൈ ചെയ്യാനുള്ള അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് ഉണ്ടാക്കിയെടുത്തത്, ഒരു പുതിയ ഐറ്റം മോട്ടറാണെന്ന് വെച്ചോളൂ. അപ്പൊ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാനുള്ള അധികാരം എനിക്ക് മാത്രമേ ഉള്ളൂ, ഗവൺമെന്റ് അതിനുള്ള അധികാരം എനിക്ക് മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ അതാണ് ഇവിടെ പറയുന്നത് പാറ്റന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോപ്പിറൈറ്റ്, നിങ്ങൾക്കറിയാമല്ലോ. പ്രത്യേകിച്ച് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ സിനിമാസ് ഇറങ്ങുമ്പോൾ അതിന്റെ കോപ്പി, വ്യാജ സീഡികളൊക്കെ ഇറങ്ങുന്ന കാലമാണ്. ഇപ്പോൾ പല വെബ്സൈറ്റുകളിലാണ് അത് ഇറക്കുന്നത്. അപ്പോൾ അവർക്ക് അത് നിയമപരമായിട്ട് ചെയ്യുന്ന ഒരു തെറ്റാണെന്നുള്ളത് അറിയാം. എങ്കിൽ തന്നെയും ഒരു ഉടമസ്ഥന്റെ സമ്മതമില്ലാതെ ആ ഒരു സിനിമ കോപ്പി ചെയ്യാനുള്ള ഒരു അവകാശം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു അവകാശം ഉടമസ്ഥൻ നൽകുന്ന അവകാശമാണ് കോപ്പി റൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻടാഞ്ചിബിൾ അസറ്റും വേറെ ഒത്തിരി ഉണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. അപ്പൊ ആദ്യം നമുക്ക് നോക്കേണ്ടത് കറണ്ട് അസറ്റ് എന്താണ്. അപ്പോൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ക്യാഷ്, അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള തുക, അല്ല എങ്കിൽ നമ്മൾ നമ്മുടെ കമ്പനികളിൽ വെച്ചിരിക്കുന്ന സ്റ്റോക്കിന് മറ്റൊരു പേരാണ് ഇൻവെന്ററി എന്നറിയപ്പെടുന്നത്. അതൊരു സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ആകാം, അല്ല എങ്കിൽ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആകാം. അതോടൊപ്പം തന്നെ നമുക്ക് കാശ് ഇങ്ങോട്ട് തരാനുള്ളവർ, ഡെപ്റ്റേഴ്സ്, കടത്തിന് നമ്മുടെ കയ്യിൽ നിന്ന് സാധനമോ അല്ലെങ്കിൽ കാശോ വാങ്ങിച്ചിട്ട് തിരിച്ചു നൽകാനുള്ളവരും കറണ്ട് അസറ്റ് ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു എക്സാമ്പിൾസ് എപ്പോഴും ഓർത്തിരിക്കുക. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, അതോടൊപ്പം തന്നെ ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ബിൽസ് റിസീവബിൾ. അപ്പോൾ അസറ്റ്സ് വിച്ച് ആർ ഈസിലി കൺവേർട്ടബിൾ ഇൻ ടു ക്യാഷ് വിത്തിൻ എ ഷോർട്ട് പീരിയഡ്. ആ ഷോർട്ട് പീരീഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, വിത്തിൻ 1 year. ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് കാശാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കറണ്ട് അസറ്റ് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ. പിന്നെ ഒരു ഐറ്റം കൂടെ പറയുന്നുണ്ട്, പ്രീപെയ്ഡ് എക്സ്പെൻസ്. എന്താണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്? ഒരു വർഷത്തെ റെന്റ് നമ്മൾ ജാനുവരി മുതൽ ഡിസംബർ വരെയാണ് കൊടുക്കുന്നതെന്ന് കരുതുക. അപ്പോ ഞാൻ എൻ്റെ ബിസിനസ് ഒരു വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഞാൻ വാടക കൊടുക്കുന്നത് ജാനുവരി മുതൽ ഡിസംബർ വരെയാണ്. പക്ഷെ എന്തോ കുറച്ച് കാശ് എൻ്റെ കയ്യിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത ഒരു 3 മാസത്തേക്ക് കൂടെ അഡ്വാൻസ് ആയിട്ട് അങ്ങ് നൽകാം. അപ്പോൾ ഞാൻ മാർച്ച് വരെയുള്ള തുക വീണ്ടും റെന്റ് നൽകുകയാണ്. അപ്പോൾ അങ്ങനെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്ന പ്രീപെയ്ഡ് എക്സ്പെൻസ് ഏത് തന്നെ ആയാലും അത് അസറ്റാണ്, കറണ്ട് അസറ്റിനകത്താണ് വരുന്നത്. അപ്പോൾ കൂട്ടുകാരെ ഓർത്തിരിക്കുക എന്തൊക്കെയാണ് ഈ തരത്തിലുള്ള അസറ്റുകൾ എന്നുള്ളത്. അടുത്ത നമുക്ക് നോക്കേണ്ടത് ഫിക്സഡ് അസറ്റ് എന്ന്.
അപ്പൊ ഈ ഒരു ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ബിസിനസ് സ്ഥാപനം നിലനിൽക്കുന്ന കെട്ടിടം, അത് റൺ ചെയ്യുന്ന ചുറ്റുപാടിലുള്ള ഭൂമി, കെട്ടിടം നിലനിൽക്കുന്ന ഭൂമി, ഇപ്പൊ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. പിന്നെ പറയുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറി. ആ സ്ഥാപനത്തിനകത്തുള്ള മെഷീനറികൾ. പ്ലാന്റ് എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിന്റെ മൊത്തത്തിലുള്ള ലേ ഔട്ട്, ആ സ്ട്രക്ചറിനെയാണ് പ്ലാന്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മെഷീനറി ഇരിക്കുന്ന സ്ഥലം. അതോടൊപ്പം തന്നെ എക്യുപ്മെന്റ്സ്, ആ സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ആ സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്ന വെഹിക്കിൾസ്, സാധനങ്ങൾ ഉത്പാദിപ്പിച്ചതിന് ശേഷം, പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം പ്രൊഡക്ഷൻ പ്ലേസിൽ നിന്ന് കൺസ്യൂമേഴ്സിന്റെ കയ്യിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്. അതോടൊപ്പം തന്നെ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഫിക്സഡ് അസറ്റ്സ് ഉണ്ട്. ഈ ചിത്രത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കുറെ ട്രേഡ് മാർക്സിന്റെ, ബ്രാൻഡ് നെയിംസിന്റെ പിക്ചേഴ്സ് നിങ്ങൾക്ക് തന്നെ കിട്ടും. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഗുഡ് വില്ല്, പാറ്റന്റ്, അങ്ങനെയുള്ള എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. പിന്നെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നുണ്ട്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റലിജൻസ് കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന എന്ത് തന്നെ ആയാലും ഒരു പുതിയ ആശയം, അതാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത്. അതും ഇൻടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ് ആണ്. അപ്പൊ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് കാശാക്കി മാറ്റാൻ പറ്റുന്നതാണ്. പക്ഷെ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ലോങ് പീരീഡിലേക്ക് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അസറ്റ് ആണ്. അത് പക്ഷെ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് കാശാക്കി മാറ്റാൻ പറ്റില്ല. ഒരു വർഷത്തിന് ശേഷം നമുക്ക് കാശാക്കി മാറ്റാൻ പറ്റുന്ന ആ അസറ്റിനെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. സോ അസറ്റ്സ് വിച്ച് ആർ പർച്ചേസ്ഡ് ഫോർ ലോങ് ടേം യൂസ്. നമ്മൾ മെഷീൻസ് ഒക്കെ വാങ്ങിക്കുന്നത് ദീർഘകാല യൂസിന് വേണ്ടിയാണ്. അങ്ങനെയുള്ള അസറ്റിനെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ഫിക്സഡ് അസറ്റ്സ് ഉണ്ട്, ടാഞ്ചിബിൾ അസറ്റ് എന്നും ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നും. നോക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത് ആ അസറ്റിന് എന്തുണ്ട്, ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഉണ്ട്, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. സോ അങ്ങനെയുള്ള അസറ്റ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഫിക്സഡ് അസറ്റ്, ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. സോ എ ടാഞ്ചിബിൾ അസറ്റ് ഈസ് ആൻ അസറ്റ് ദാറ്റ് ഹാസ് എ ഫിനിറ്റ് മോണിറ്ററി വാല്യൂ. ഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു മോണിറ്ററി വാല്യൂ ഉണ്ട്. ആൻഡ് യൂഷ്വലി ഇൻ ഫിസിക്കൽ ഫോം, അതിനൊരു ഫിസിക്കൽ അപ്പിയറൻസ് ഉണ്ട്. ടാഞ്ചിബിൾ അസറ്റ്സ് ക്യാൻ ടിപ്പിക്കലി ആൾവേസ് be transacted for some monetary value, though the liquidity of different markets will vary. So മാർക്കറ്റിനനുസരിച്ച്, വ്യത്യസ്തമായിട്ടുള്ള മാർക്കറ്റിനനുസരിച്ച് അതിന്റെ വാല്യൂ മാറും. അപ്പോൾ അതിനെ നമുക്ക് മോണിറ്ററി വാല്യൂവിൽ അസസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഫിസിക്കൽ അപ്പിയറൻസ് ഉള്ള, ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള അസറ്റിനെയാണ് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ്? ഫിസിക്കൽ പ്രസൻസ് ഇല്ലാത്ത അസറ്റ്സിനെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. അതും ലോങ് ടൈമിലേക്കാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ സൽപ്പേര് നമ്മൾ നിലനിർത്താൻ ആഗ്രഹിക്കുന്നത്. ഗുഡ് വിൽ, ബ്രാൻഡ് റെക്കഗ്നിഷൻ, നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡിന്റെ റെക്കഗ്നിഷൻ, പബ്ലിക് റെക്കഗ്നൈസ് ചെയ്യുന്നത് ലോങ് പീരീഡിലേക്കാണെങ്കിൽ അത് നമുക്കുള്ള അസറ്റ് ആണ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, നമ്മൾ നമ്മുടേതായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചിന്തിച്ചുണ്ടാക്കിയെടുക്കുന്ന പുതിയ ഡിസൈൻസ്, പുതിയ സ്പെസിമെൻസ്, പുതിയ ഡയഗ്രാംസ്, എന്ത് തന്നെ ആയാലും അത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആണ്. അതുപോലെ തന്നെ പാറ്റന്റ്സ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, സോഫ്റ്റ്വെയർ ഒക്കെ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഓർത്തിരിക്കുക. ഇവയൊക്കെ നമ്മൾ കാണാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള അസറ്റ്സിനെയാണ് ഇൻടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും ചേർന്നാണ് അസറ്റ്. അല്പം വൈഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അസറ്റ്. കോമൺ ആയിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, കറണ്ട് ആൻഡ് നോൺ കറണ്ട് അസറ്റ്. നോൺ കറണ്ട് അസറ്റിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്നും ഫിക്സഡ് അസറ്റ് എന്നും. ഫിക്സഡ് അസറ്റിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ടാഞ്ചിബിൾ അസറ്റ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത വേർഡിലേക്ക് നമുക്ക് പോകാം. കൂട്ടുകാരെ, നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്ന വാക്കെന്ന് പറയുന്നത് ലയബിലിറ്റീസ്. എപ്പോഴും ബിസിനസ്സിന് ബാധ്യത ഉണ്ടായിരിക്കും. ബാധ്യതകളില്ലാത്ത ബിസിനസ്, ഡെപ്റ്റ് ഇല്ലാത്ത, കടമില്ലാത്ത ബിസിനസ് എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. മിനിമം ഒരു ബാങ്കിൽ നിന്ന് ലോണെങ്കിലും കടത്തിനെടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു വട്ടിപ്പലിശക്കാരൻ, മണി ലെൻഡറിന്റെ കയ്യിൽ നിന്നെങ്കിലും പണം കടത്തിന് വാങ്ങിയിട്ടുണ്ടായിരിക്കും.
അപ്പൊ അങ്ങനെയുള്ള തുകയാണ് നമ്മൾ ലയബിലിറ്റി എന്ന് പറയുന്നത്. അത് ഒരു ഒബ്ലിഗേഷൻ ആണ്, നമ്മുടെ ഒരു കടപ്പാടാണ്, നമ്മൾ മറ്റൊരാളുമായിട്ട് കടപ്പെട്ടിരിക്കുന്നതിനെയാണ് ഇവിടെ കാണിക്കുന്നത്. സോ ലയബിലിറ്റീസ് ആർ ഒബ്ലിഗേഷൻസ് ഓർ ഡെബ്റ്റ്സ് ദാറ്റ് ആൻ enterprise has to pay at some time in the future. നമ്മൾ 5 വർഷത്തേക്കോ അല്ലെങ്കിൽ 2 വർഷത്തേക്കോ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത്, മറ്റുള്ള കൂട്ടുകാരിൽ നിന്നോ മണി ലെൻഡേഴ്സിൽ നിന്നോ പ്രൈവറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നോ നമ്മൾ പണം കടത്തിന് വാങ്ങിക്കുന്നത്, ഇവയെല്ലാം തന്നെ ലയബിലിറ്റിയാണ്. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ലയബിലിറ്റിയാണ് നമുക്കുള്ളത്. അത് കറണ്ട് ലയബിലിറ്റി എന്നും നോൺ കറണ്ട് ലയബിലിറ്റി എന്നുമാണ്. എന്നാണോ ഈ തുക തിരിച്ചു നൽകുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ലയബിലിറ്റി കറണ്ട് ലയബിലിറ്റി ആയിട്ടും നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ടും ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള ലയബിലിറ്റി ആണുള്ളത്. ഒന്ന് നോൺ കറണ്ട് ലയബിലിറ്റി. നോക്കിയേ, ദ എമൗണ്ട് ഓഫ് ഡെപ്റ്റ് വിച്ച് വിൽ റീപേ ആഫ്റ്റർ 1 year. അപ്പൊ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതാകാം, കൂട്ടുകാരുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ കയ്യിൽ നിന്നോ വാങ്ങിച്ചതാകാം. അത് തിരിച്ചു നൽകുന്നത് 1 വർഷത്തിന് ശേഷമാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. അതേസമയം 1 വർഷത്തിനുള്ളിൽ തിരിച്ചു നൽകുന്നതാണെങ്കിലോ, വാങ്ങിച്ച തുക 1 വർഷത്തിനുള്ളിലാണ് തിരിച്ചു നൽകുന്നതെങ്കിൽ അതിനെ കറണ്ട് ലയബിലിറ്റി എന്നാണ് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് ഡെപ്റ്റ് വിച്ച് വിൽ റീപേ വിത്തിൻ 1 year. 1 വർഷത്തിനുള്ളിൽ തിരിച്ചു നൽകുന്ന തുകയാണ് നമ്മൾ കറണ്ട് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ വകഭേദങ്ങൾ. അപ്പോൾ പ്രത്യേകിച്ച് നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ട വാക്കുകൾ എന്ന് പറയുന്നത്, ക്രെഡിറ്റേഴ്സ്, നമ്മൾ കടത്തിന് പ്രോഡക്ട്സ് വാങ്ങിച്ച സെല്ലർ, നമുക്ക് കടത്തിന് പ്രോഡക്റ്റ് വിറ്റ ആ സെല്ലർ ക്രെഡിറ്റർ ആണ്. അതോടൊപ്പം തന്നെ അയാൾക്ക് നൽകേണ്ട ബില്ലിന്റെ തുക, ബിൽസ് പേയബിൾ, അതും ഷോർട്ട് ടൈം ലയബിലിറ്റി ആണ്, കറണ്ട് ലയബിലിറ്റി ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ ബാങ്കിൽ നിന്ന് പിൻവലിക്കുന്ന തുക, പിൻവലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് എന്റെ ബാങ്കിൽ 1 ലക്ഷം രൂപയുടെ ഒരു ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഫിനാൻഷ്യൽ നീഡ്സ് വരുമ്പോൾ, പെട്ടെന്ന് തന്നെ കാശിന് അത്യാവശ്യം വരുമ്പോൾ ഞാൻ ബാങ്കിനെ സമീപിക്കുകയാണ്. എനിക്കൊരു 1,25,000 രൂപയുടെ ആവശ്യമാണ് വന്നതെന്ന് കരുതുക. അക്കൗണ്ടിൽ 1 ലക്ഷം ഉണ്ട്, പക്ഷേ 25,000 രൂപ കൂടെ കൂടുതലായിട്ട് വേണം. ആ സമയത്ത് ബാങ്ക് എന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കിയിട്ട്, ഞാൻ തിരിച്ചു നൽകാൻ കഴിവുള്ളവനാണോ എന്ന് നോക്കിയിട്ട് അവരെന്ത് ചെയ്യും, ആ തുക കൂടെ എനിക്ക് തരും. അപ്പൊ എനിക്ക് അവർ 1,25,000 തരും. അക്കൗണ്ടിൽ ഉള്ളതിനേക്കാളും കൂടുതൽ തുക എനിക്ക് പിൻവലിക്കാൻ സഹായിക്കും. അതാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഓവർ ഡ്രോൺ, ഓവർ വിഡ്രോൺ എന്നൊക്കെ പറയാറുണ്ട്. അത് ഒരു ഷോർട്ട് ടേം ലയബിലിറ്റി ആണ്. നമ്മൾ തീർച്ചയായിട്ടും പിൻവലിച്ചത് തൊട്ട് 1 വർഷത്തിനുള്ളിൽ ആ തുക തിരിച്ചു നൽകണം, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. അപ്പൊ ഇങ്ങനെയുള്ള കറണ്ട് ലയബിലിറ്റീസ് ഓർത്തിരിക്കുക. നോൺ കറണ്ട് ലയബിലിറ്റിക്കകത്തും ഈ ബാങ്ക് ലോണും അതോടൊപ്പം തന്നെ ക്രെഡിറ്റേഴ്സ് ഒക്കെ വരാം. പക്ഷെ അവിടെ തിരിച്ചു നൽകുന്ന പീരീഡ് എന്ന് പറയുന്നത് ആഫ്റ്റർ 1 year ആണ്, 1 വർഷത്തിന് ശേഷമാണ് അത് തിരിച്ചു നൽകുന്നത്. അപ്പൊ അങ്ങനെയാണ് ലയബിലിറ്റിയെ ക്ലാസിഫൈ ചെയ്യുന്നത് 2ആയിട്ട്, കറണ്ട് ലയബിലിറ്റി ആൻഡ് നോൺ കറണ്ട് ലയബിലിറ്റി. അപ്പൊ അടുത്ത് നമുക്ക് നോക്കേണ്ട വാക്ക് എന്ന് പറയുന്നത് എന്താണ് ക്യാപിറ്റൽ എന്ന്. ക്യാപിറ്റൽ എല്ലാ ബിസിനസ്സുകാരും, നിങ്ങൾ അടങ്ങുന്ന എല്ലാവരും തന്നെ ഒരു ബിസിനസിന്റെ തുടക്കത്തിൽ അതിലേക്ക് നിക്ഷേപിച്ച ഒരു തുകയുണ്ട്. ലക്ഷക്കണക്കിനോ അല്ലെങ്കിൽ കോടിക്കണക്കിനോ രൂപ നിങ്ങൾ അതിലേക്ക് നിക്ഷേപിച്ചിട്ടാണ് ബിസിനസ് തുടങ്ങാൻ പോകുന്നത്. ആ തുകയാണ് നമ്മളിവിടെ പറയുന്നത് ക്യാപിറ്റൽ. സോ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ ഇൻ ദി ഫേം ഈസ് നോൺ ആസ് ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓണർ ആ ഫേമിലേക്ക് കൊണ്ടുവരുന്ന തുക, ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക. ഇറ്റ് മേ ബി ബ്രോട്ട് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഓർ അസറ്റ്. അപ്പൊ എനിക്കൊരു ബിസിനസ് തുടങ്ങുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ക്യാഷ് ആയിട്ട് എന്റെ ബിസിനസ്സിലേക്ക് ആ ഒരു ക്യാപിറ്റൽ കൊണ്ടുവരാം, അല്ല എങ്കിൽ കൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റ്സ് ആയിട്ട്, ഇപ്പൊ കുറച്ച് ഭൂമി അല്ലെങ്കിൽ കുറച്ച് എന്താ പറയാ മെഷീനറി, ഫർണിച്ചർ, ഇതെല്ലാം എന്റെ കയ്യിലുള്ളത് കൊണ്ടുവരികയാണ്, അതും ക്യാപിറ്റലിന് തുല്യമാണ്. അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത തുകയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കണം, അല്ലെ? അപ്പോൾ കൈൻഡ് ആയിട്ട്, ക്യാഷ് ആയിട്ടോ കൈൻഡ് ആയിട്ടോ അസറ്റ്സ് ആയിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റലിന്റെ തുക കൊണ്ടുവരാം. അടുത്ത മൂന്നാമത്തെ ഒരു വാക്ക്, അടുത്തൊരു വാക്ക് പറയുന്നത് സെയിൽസ് ആണ്. അപ്പൊ നമ്മൾ സാധനങ്ങൾ വിൽക്കുന്നതിനെയാണ് സെയിൽസ് എന്ന് പറയുന്നത്.
പ്രത്യേകിച്ച് നമുക്ക് വരുമാനം കിട്ടാനുള്ള ഒരു വഴിയാണ് നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് വിൽക്കുക എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സിന് വിൽക്കുമ്പോൾ നമുക്ക് കാശ് കിട്ടും. സോ സെയിൽസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഒരു സ്ഥാപനത്തിന് ഇൻകം കിട്ടാനുള്ള ഒരു വഴിയാണ്, റവന്യൂ കിട്ടാനുള്ള വഴിയാണ്. അപ്പോൾ സെയിൽസിന് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, സെയിൽസ് ആർ ടോട്ടൽ റവന്യൂസ് ഫ്രം ഗുഡ്സ് ഓർ സർവീസസ് സോൾഡ് ഓർ പ്രൊവൈഡഡ് ടു കസ്റ്റമേഴ്സ്. അപ്പോൾ സാധനങ്ങളോ സേവനങ്ങളോ വിൽക്കുന്നത് വഴി, നൽകുന്നത് വഴി നമുക്ക് കിട്ടുന്ന തുകയാണ് റവന്യൂ. ആ ടോട്ടൽ റവന്യൂവിനെയാണ് നമ്മൾ സെയിൽസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള സെയിൽസ് ആണുള്ളത്, ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും. കാശ് വാങ്ങിച്ചിട്ട് സാധനം വിൽക്കാറുണ്ട്, അതോടൊപ്പം തന്നെ കടത്തിനും പ്രോഡക്റ്റ് വിൽക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സെയിൽസ് എന്ന് പറയുന്നത്. എന്താണ് റവന്യൂ? നമ്മൾ നേരത്തെ പറഞ്ഞു സെയിൽസ് വഴി നമുക്ക് റവന്യൂ കിട്ടാം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ആകെ തുകയാണ് നമ്മൾ സെയിൽസ് എന്ന് പറയുന്നത്. നമ്മുടെ സ്ഥാപനത്തിലേക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ആകെ തുകയാണ് റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ടോ നോക്കി, റവന്യൂ ഓർ ദീസ് ആർ ദ എമൗണ്ട്സ് ഓഫ് ദി ബിസിനസ് ഏൺഡ് ബൈ സെല്ലിംഗ് ഇറ്റ്സ് പ്രോഡക്റ്റ് ഓർ പ്രൊഡ്യൂസിംഗ് പ്രോഡക്റ്റ് ഓർ പ്രൊവൈഡിംഗ് സർവീസ് ടു ദ കസ്റ്റമേഴ്സ്. അതിനെ സെയിൽസ് റവന്യൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ സാധനങ്ങൾ വിൽക്കുന്നത് വഴി ഉണ്ടാക്കിയോ അല്ലെങ്കിൽ വാങ്ങിച്ചോ വിൽക്കുന്നത് വഴി കിട്ടുന്ന തുകയാണ് നമ്മൾ സെയിൽസ് റവന്യൂ എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് കമ്മീഷൻ റിസീവ് ചെയ്യാറുണ്ട്. ഒരു ഫേം കമ്മീഷൻ റിസീവ് ചെയ്യുകയാണെങ്കിൽ, ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുകയാണെങ്കിൽ, ഡിവിഡൻഡ് റിസീവ് ചെയ്യുകയാണെങ്കിൽ, റോയൽറ്റീസ് റിസീവ് ചെയ്യുകയാണെങ്കിൽ, റെന്റ് റിസീവ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ എന്തൊക്കെ തന്നെ ഈ ഒരു രൂപത്തിൽ റിസീവ് ചെയ്യുന്നുണ്ടോ അതിനെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ സാധനങ്ങൾ വിൽക്കുന്നത് മാത്രമല്ല, ഇങ്ങനെ കമ്മീഷൻ കിട്ടുന്നത് വഴി നമുക്ക് നമ്മുടെ വരുമാനം കൂടും. ഇൻട്രസ്റ്റ്, നമ്മൾ ഒരാൾക്ക് കാശ് കടം കൊടുത്തിട്ടുണ്ട്, അയാളിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത തുകയ്ക്ക് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നു. അങ്ങനെ കിട്ടുന്നതാണ് വരുമാനം, റവന്യൂ എന്ന് പറയുന്നത്. എന്താണ് ചെലവ്, എന്താണ് എക്സ്പെൻസ്? നമുക്ക് കിട്ടുന്ന തുകയെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള തുകയെ ഒരാവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു, അതിനുണ്ടായ ചെലവ്, കോസ്റ്റ്. കോസ്റ്റ് ഇൻകേർഡ് ബൈ എ ബിസിനസ് ഇൻ ദ പ്രോസസ് ഓഫ് ഏണിംഗ് റവന്യൂ. നമുക്ക് വരുമാനം കിട്ടാൻ വേണ്ടി നമ്മൾ ചിലവാക്കിയ തുകയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ജനറലി എക്സ്പെൻസസ് ആർ മെഷേർഡ് ബൈ ദ കോസ്റ്റ് ഓഫ് അസറ്റ് കൺസ്യൂംഡ് ഓർ സർവീസസ് യൂസ്ഡ്. അപ്പോൾ എത്രത്തോളം അസറ്റ് ഉപയോഗിക്കുന്നുണ്ട്, ഡിപ്രീസിയേഷൻ എന്നൊക്കെ വാക്ക് പറയുന്നുണ്ട്. അപ്പോൾ അസറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മെഷീനറി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തേയ്മാനം ഉണ്ടാകും. അപ്പോൾ അത് നമുക്ക് എന്താണ് ഇവിടെ പറയുന്നത്, ഡിപ്രീസിയേഷൻ എന്നാണ്. അത് നമുക്കുള്ള എക്സ്പെൻസ് ആണ്. അതതിന്റെ റിപ്പയറിങ്, മെഷീൻസിന്റെ റിപ്പയറിങ്, റെന്റ് നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കെട്ടിടമോ അല്ലെങ്കിൽ ഒരു മെഷീനറി നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ട് അതിനൊരു തുക വാടകയായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എക്സ്പെൻസ് ആണ്. വർക്കേഴ്സിന് കൊടുക്കുന്ന വേജസ് എക്സ്പെൻസ് ആണ്. സാലറി എക്സ്പെൻസ് ആണ്. അതിന് നമ്മൾ ബാങ്കിൽ നിന്ന് എടുത്ത ലോണിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആണ്. അതിന് പലതരത്തിലുള്ള ലൈറ്റ്നിങ് ചാർജസ്, കോസ്റ്റ് ഓഫ് ഹീറ്റർ, വാട്ടർ, ടെലിഫോൺ എക്സെട്ര, ഇതെല്ലാം തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവയെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സ്പെൻസസ് എന്ന് പറയുന്നത്. കൂട്ടുകാരെ, വാക്കുകൾ മനസ്സിലാവുന്നു കരുതുന്നു. തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കാണും. ഓക്കെ കൂട്ടുകാരെ, അടുത്തൊരു വാക്ക് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ലാഭം. എപ്പോഴും നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കുള്ള ചെലവിനേക്കാൾ കൂടുതൽ വരുമാനമാണെങ്കിൽ അത് പ്രോഫിറ്റും, അതേസമയം ചെലവ് കൂടുതൽ വരുമാനം കുറവാണെങ്കിൽ ലോസുമാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, എപ്പോഴും ഒരു സ്ഥാപനത്തിൽ എക്സ്പെൻസ് കുറവും റവന്യൂ കൂടുതലാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ദ എക്സസ് ഓഫ് റവന്യൂ ഓഫ് എ പീരിയഡ് ഓവർ ഇറ്റ്സ് റിലേറ്റഡ് എക്സ്പെൻസ് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് ഇയർ ഈസ് പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് എപ്പോഴും ഇൻക്രീസ് ചെയ്യുന്നത് ആ സ്ഥാപനത്തിന് നല്ലതാണ്. നഷ്ടങ്ങൾ ഒരിക്കലും ബിസിനസ്സുകാരെ സഹിക്കാൻ തയ്യാറാവില്ല, മറിച്ച് പ്രോഫിറ്റ് ആണ് അവർ ഏറെ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബിസിനസിന്റെ ഉയർച്ചയിലേക്ക് നയിക്കുന്ന ഒരു കാര്യം. കൂടുതൽ അത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് അവരെ ഓണേഴ്സിനെ പ്രേരിപ്പിക്കും. അപ്പോൾ അത് എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കുറവും റവന്യൂ കൂടിയിരിക്കുന്ന ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ ഗെയിൻ എന്താ? ഗെയിനും പ്രോഫിറ്റും ഒന്നല്ല, അല്ല, രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഗെയിൻ പ്രോഫിറ്റ് ആണ്, ലാഭം എന്നാണ് ഗെയിനിന്റെ അർത്ഥം. പക്ഷെ അത് ഒക്കേഷണൽ ആണ് അല്ലെങ്കിൽ ഇൻസിഡന്റൽ ആണ്. നമുക്കൊരു ഉദാഹരണം നോക്കാം. അപ്പോൾ ഗെയിൻ പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞു. പ്രോഫിറ്റ് ബിസിനസ് സൈക്കിൾ ഉയരുന്നതിനനുസരിച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അത് കണ്ടിന്യൂസ് ആണ് സംടൈംസ്. പക്ഷേ ഗെയിൻ എന്ന് പറയുന്നത് ഇൻസിഡന്റൽ ആണ്. ചില ഘട്ടങ്ങളിൽ മാത്രം കിട്ടുന്ന ലാഭത്തെയാണ് നമ്മൾ ഗെയിൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, എന്റെ കമ്പനിയിലെ പഴയ ഒരു മെഷീനറി ഞാൻ വിറ്റു. യഥാർത്ഥത്തിൽ അതിന്റെ മാർക്കറ്റ് വാല്യൂ 50,000 ആണ്. പക്ഷെ വിറ്റപ്പോൾ എനിക്ക് 70,000 കിട്ടി. ആ വ്യത്യസ്തമായ തുക 20,000 എന്ന് പറയുന്നതാണ് എന്റെ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചതിലും കൂടുതൽ തുക എനിക്ക് വിറ്റപ്പോൾ കിട്ടി. പ്രത്യേകിച്ച് അസറ്റിന്റെ കാര്യത്തിലാണ് ഇത് വരുന്നത് ഗെയിൻ. എ പ്രോഫിറ്റ് ദാറ്റ് arises from events or transactions which are incidental. ആ വാക്ക് എപ്പോഴും ഓർത്തിരിക്കുക. ഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻസിഡന്റൽ ആണ്, ഒക്കേഷണൽ ആണ്, പല ഘട്ടങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു തരത്തിലുള്ള പ്രോഫിറ്റ് ആണ്, എങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമാണ് ഗെയിൻ. ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് ലോസ്. ലോസ് അടുത്തൊരു അക്കൗണ്ടിങ് ടേം ആണ്. നഷ്ടം ഒരിക്കലും ഒരു ബിസിനസ്സുകാരനും ആഗ്രഹിക്കാത്തതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഫിറ്റിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ചെലവ് കൂടുതലും എക്സ്പെൻസ് കൂടുതലും റവന്യൂ കുറവായിട്ടുള്ള അവസ്ഥയാണ് നമ്മൾ ലോസ് എന്ന് പറയുന്നത്. അപ്പൊ സെന്റൻസ് ഓർത്തിരിക്കുക. ദ എക്സസ് ഓഫ് എക്സ്പെൻസസ് ഓഫ് എ പീരിയഡ് ഓവർ ഇറ്റ്സ് റിലേറ്റഡ് റവന്യൂ ഇസ് ടേംഡ് ആസ് ലോസ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോസ് എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് വളരെ പ്രശസ്തിയായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഡിസ്കൗണ്ട്. എപ്പോഴും പ്രത്യേകിച്ച് ഇപ്പോൾ ഓണക്കാലമാണ്. ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ബിസിനസ്സുകാർ നൽകുന്ന 50%, 20% ഓഫ് എന്നൊക്കെ പറഞ്ഞുള്ള ബോർഡുകൾ നമ്മൾ എപ്പോഴും അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനത്തിന്റെ ആ പ്രോഡക്റ്റിന്റെ വിലയിൽ, ഒറിജിനൽ വിലയിൽ നിന്ന് കുറച്ച് തുക നമ്മൾ നൽകിയാൽ മതി എന്നുള്ളതാണ്. രണ്ട് തരത്തിലുള്ള ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റിഡക്ഷൻ ഓർ ഡിഡക്ഷൻ ഇൻ ദി പ്രൈസ് ഓഫ് ദി ഗുഡ്സ് സോൾഡ്. ഇറ്റ് ഈസ് ഓഫേർഡ് ഇൻ 2 ways. രണ്ട് രീതിയിലാണ് നമ്മൾ ഡിസ്കൗണ്ട് നൽകുന്നത്, അല്ലെങ്കിൽ ആ പ്രൈസ്, പ്രോഡക്റ്റിന്റെ പ്രൈസിൽ റിഡക്ഷൻ നൽകുന്നത്. ഒന്ന് പറയുന്നത്, ആ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നേരത്തെ തന്നെ തീരുമാനിച്ചതായിരിക്കും, പ്രീ ഡിറ്റർമിൻഡ് ആയിരിക്കും, അതിനൊരു മാറ്റവും വരത്തില്ല. പലപ്പോഴും നമ്മൾ കടയിലേക്ക് ചെന്ന് കയറുമ്പോൾ അവിടെ ബോർഡ് തൂക്കിയിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് വലിയ വലിയ ഷോപ്പിംഗ് മാളുകളിൽ ഒരു പ്രോഡക്റ്റിന്റെ അടുത്ത് തന്നെ, കുറെ പ്രോഡക്റ്റിന്റെ അടുത്ത് തന്നെ ഒരു ചെറിയ ബോർഡ് വെച്ചിട്ടുണ്ടായിരിക്കും. 20% ഓഫ്, 10% ഓഫ് എന്നൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നേരത്തെ തീരുമാനിച്ചതാണ്, അതിന്റെ വില മാറില്ല. പക്ഷേ അതിനെ നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയും. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയും. പക്ഷേ നമ്മൾ കുറെ മെറ്റീരിയൽസും പ്രോഡക്ട്സും ഒക്കെ വാങ്ങിച്ചതിന് ശേഷം ബില്ല് തയ്യാറാക്കി, ഓണർ ബില്ല് തയ്യാറാക്കി, ഏകദേശം 15,500 രൂപ വന്നു. അപ്പോൾ അയാൾ പറയാണ്, നിങ്ങൾ 500 രൂപ കുറച്ച് തന്നാൽ മതി, 15,000 രൂപ തന്നാൽ മതി. അപ്പോൾ അങ്ങനെ പ്രോഡക്റ്റിന്റെ മൊത്തം വിലയിൽ നിന്ന് അറ്റ് എ സഡൻ ആ ഒരു നിമിഷത്തിൽ കുറയ്ക്കുന്ന തുകയാണ്, നേരത്തെ മുൻകൂട്ടി തീരുമാനിക്കാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഡിസ്കൗണ്ട് ആണുള്ളത്. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡിഡക്ഷൻ ഇൻ ദി പ്രൈസ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. സാധനം വിൽക്കുന്നതിന്റെ വില കുറയ്ക്കുന്നതിനെയാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്, ട്രേഡ് ഡിസ്കൗണ്ട് എന്നും ക്യാഷ് ഡിസ്കൗണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, രണ്ട് തരം ഡിസ്കൗണ്ട്. പിന്നെ വൗച്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു കാര്യമാണ്. എപ്പോഴെല്ലാം നമ്മൾ ഒരു പ്രോഡക്റ്റ് കമ്പനിയിൽ നിന്നോ കടയിൽ നിന്നോ വാങ്ങിക്കുന്നുണ്ടോ, അപ്പോഴെല്ലാം നമുക്കൊരു റെസീറ്റ് കിട്ടും. ആ റെസീറ്റിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്ത് പ്രോഡക്റ്റ് ആണ് വാങ്ങിച്ചത്, എന്നാണ് വാങ്ങിച്ചത്, ഷോപ്പിന്റെ ഡീറ്റെയിൽസ്, എത്ര രൂപയുടെ പ്രോഡക്റ്റ് ആണ്, അതിന്റെ ക്വാണ്ടിറ്റി എത്ര വാങ്ങിച്ചു, എത്ര രൂപ, ഒരു പ്രോഡക്റ്റിന് എത്ര രൂപയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു റെസീപ്റ്റിനെയാണ് വൗച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നത് അങ്ങനെയുള്ള വൗച്ചറിന്റെ സപ്പോർട്ടോട് കൂടിയാണ്. ഇന്നത്തെ കാലത്ത് വൗച്ചറിൽ GST നമ്പർ വളരെ അത്യാവശ്യമാണ്. കാരണം അതുണ്ടെങ്കിൽ മാത്രമേ നിയമാനുസൃതമായിട്ടുള്ള ഒരു സപ്പോർട്ട് കിട്ടത്തുള്ളൂ, ലീഗൽ വാലിഡിറ്റി കിട്ടത്തുള്ളൂ.
ഇപ്പോൾ വൗച്ചർ എന്ന് പറയുന്നത് ദ ഡോക്യുമെന്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ ഈസ്, ഒരു ട്രാൻസാക്ഷൻ നടന്നതിന് സപ്പോർട്ട് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്ററി എവിഡൻസ്, റെസീറ്റ് ആണ് വൗച്ചർ എന്ന് പറയുന്നത്. ഗുഡ്സ് ഇല്ലാതെ ഒരിക്കലും ബിസിനസ് നടത്താൻ പറ്റില്ല. ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഗുഡ്സ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്, കൺസ്യൂമർ ഗുഡ്സ് എന്നും ക്യാപിറ്റൽ ഗുഡ്സ് എന്നും. നമുക്ക് ഇവിടെ നോക്കേണ്ടത് എന്താണ് ഗുഡ്സ് എന്ന് മാത്രം. സോ ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോഡക്ട്സ് in which the business unit is dealing, that is in terms of which it is buying and selling or producing and selling. ഒന്നുകിൽ സാധനം മറ്റൊരാളിൽ നിന്ന് വാങ്ങിച്ചിട്ട് വിൽക്കുന്നതായിരിക്കാം, ഈ ഗുഡ്സ് ഒരാളിൽ നിന്ന് വാങ്ങിച്ചിട്ട് വിൽക്കുന്നതായിരിക്കാം, ഇല്ല എങ്കിൽ ആ ബിസിനസ്സുകാരൻ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈയിങ് ഓർ സെല്ലിംഗ് ഓർ പ്രൊഡ്യൂസിങ് ആൻഡ് സെല്ലിംഗ് ആണ് ഗുഡ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. പണം പിൻവലിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ATM നിന്ന് നമ്മൾ പണം പിൻവലിക്കാറുണ്ട് ATM കാർഡിന്റെ സഹായത്തോടെ. നമ്മൾ ഇവിടെ പറയുന്ന ഡ്രോയിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ നിക്ഷേപിച്ച തുകയിൽ നിന്ന് പണം പിൻവലിക്കുന്നതാണ്. അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിനാണ്. അവിടെ പണം മാത്രമല്ല, ആ ബിസിനസ്സിലുള്ള ഗുഡ്സും സാധനങ്ങളും നമുക്ക് പിൻവലിക്കാം, ആ മെറ്റീരിയൽസും പിൻവലിക്കാം. അപ്പൊ രണ്ട് തരത്തിലാണ് പിൻവലിക്കുന്നത്. ഒന്നുകിൽ ക്യാഷിന്റെ രൂപത്തിലോ അല്ല എങ്കിൽ ഗുഡ്സ് ആയിട്ടോ ആണ് പിൻവലിക്കുന്നത്. അപ്പൊ രണ്ടും ചെറിയ വ്യത്യാസമേ ഉള്ളൂ. വിഡ്രോവൽ ഓഫ് മണി ആൻഡ് ഓർ ഗുഡ്സ് ബൈ ദി ഓണർ ഫ്രം ദ ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ്. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പണമോ മെറ്റീരിയൽസോ പിൻവലിക്കുന്നതെങ്കിൽ അതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, പർച്ചേസ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു വാക്കാണ് പർച്ചേസ് എന്ന് പറയുന്നത്. നമ്മൾ സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങിക്കുന്നതിനാണ്, വില കൊടുത്ത് വാങ്ങിക്കുന്നതിനാണ് പർച്ചേസ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള പർച്ചേസ് ആണുള്ളത്, ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും. കാശ് കൊടുത്തിട്ടുള്ള പർച്ചേസും കാശ് കൊടുക്കാതെ കടത്തിനുള്ള പർച്ചേസുമാണ് രണ്ട് തരത്തിലുള്ള പർച്ചേസ്. സോ പർച്ചേസസ് ആർ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് പ്രൊക്യൂർഡ് ബൈ എ ബിസിനസ് ഓൺ ക്രെഡിറ്റ് ഓർ ഓൺ ക്യാഷ്. കാശിനോ കടത്തിനോ സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നതിനെ പ്രൊക്യൂർ ചെയ്യുന്നതിനാണ് പർച്ചേസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് സ്റ്റോക്ക് എന്താണെന്നുള്ളത്. അപ്പോൾ സ്റ്റോക്കിന് മറ്റൊരു പേരും പറഞ്ഞു നമ്മൾ ഇൻവെന്ററി. അപ്പോൾ ഒരു സ്ഥാപനത്തിനകത്ത് പ്രധാനമായിട്ടും പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ച റോ മെറ്റീരിയൽസിന്റെ സ്റ്റോക്ക് ഉണ്ടാവും. അതോടൊപ്പം തന്നെ പ്രോഡക്റ്റ് ഫിനിഷ് ചെയ്തതിന് ശേഷമുള്ള വിൽക്കാനുള്ള പ്രോഡക്റ്റിന്റെ സ്റ്റോക്ക് ഉണ്ടാവും. അതോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാവും. സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഇൻ വർക്ക് ഇൻ പ്രോഗ്രസ്. ഉൽപ്പാദിപ്പിച്ച് തീർന്നില്ല, പ്രൊഡ്യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർന്നില്ല, പക്ഷെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് ഓഫ് ടൂൾസ്. നമ്മൾ കാറൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ അവിടെ അതിന്റെ സ്പെയർ പാർട്സ്, അതോടൊപ്പം തന്നെ നമ്മുടെ ടൂൾസ്, സ്പാനറും സ്ക്രൂ ഡ്രൈവർ അങ്ങനെയുള്ള കുറെ ടൂൾസ് ഉണ്ടാകും. അതെല്ലാം തന്നെ സ്റ്റോക്കിനകത്ത് വരുന്ന കാര്യമാണ്. അപ്പൊ എന്താണ് സ്റ്റോക്ക് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററി അല്ലെ, ഇറ്റ്സ് എ മെഷർ ഓഫ് സംതിങ് ഓൺ ഹാൻഡ്, ഗുഡ്സ്, സ്പെയർസ് ആൻഡ് അതർ ഐറ്റംസ് ഇൻ എ ബിസിനസ്. അപ്പൊ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന പലതരത്തിലുള്ള ഗുഡ്സിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ഥാപനത്തിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാകാറുണ്ട്, സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാകാറുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാകാറുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന റോ മെറ്റീരിയൽസ് ആണ്. അതിന്റെ ഇൻവെന്ററി ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് ഓഫ് ഓപ്പണിംഗ് ഇൻവെന്ററി എന്ന് പറയുന്നത്, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അതിനെ ഉൽപ്പാദിപ്പിച്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നും അറിയപ്പെടുന്നുണ്ട്, സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്നും പറയാറുണ്ട്. ആരാണ് ഡെപ്റ്റേഴ്സ്? ഡെപ്റ്റേഴ്സ് നമുക്ക് വളരെ പരിചയപ്പെട്ടുള്ള ഒരു വാക്കാണ്. നമ്മൾ ബാങ്കിൽ നിന്ന് കടമെടുക്കുകയാണെങ്കിൽ, ലോണ് കടമെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓർണമെന്റ്സ് വെച്ചിട്ട് നമ്മൾ പണം വാങ്ങുകയാണെങ്കിൽ നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്, ബാങ്കിനോട് കടപ്പെട്ടിരിക്കുകയാണ്. ഒരു കാലയളവ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വാങ്ങിച്ച തുകയും പലിശയും ചേർത്ത്, ഇൻട്രസ്റ്റും ചേർത്ത് നമ്മൾ തിരിച്ചു നൽകണം.
അപ്പൊ ആ കടത്തിന് വാങ്ങിച്ച ആളിനെ, കടം വാങ്ങിച്ച ആളിനെയാണ് നമ്മൾ ഡെപ്റ്റർ എന്ന് പറയുന്നത്. സോ ഡെപ്റ്റേഴ്സ് ആർ പേഴ്സൺസ് ആൻഡ് ഓർ അതർ എൻറ്റിറ്റീസ് who owe to an enterprise an amount for buying goods and services on credit. സാധനങ്ങളോ സേവനങ്ങളോ കടത്തിന് വാങ്ങിക്കുന്നത് ആ വ്യക്തിയാണ്, ആ സ്ഥാപനത്തിനെയാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവസാനത്തെ വാക്കിലേക്ക് പോകാം. ക്രെഡിറ്റേഴ്സ്. ഡെപ്റ്റേഴ്സിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ആരാണോ കടത്തിന് പ്രോഡക്ട്സ് നൽകുന്നത് അല്ലെങ്കിൽ കാശ് നൽകി സഹായിക്കുന്നത് അവരെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനമാകാം, അല്ലെങ്കിൽ ഒരു ബാങ്ക് ആകാം, മറ്റേതെങ്കിലും ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ ആകാം, വ്യക്തികളാകാം. അപ്പോൾ അവരുടെ കടത്തിന് സാധനങ്ങളോ സേവനങ്ങളോ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്യാഷ് ആവശ്യമായി വരുന്ന സമയത്ത് പലിശയൊക്കെ വാങ്ങിച്ചുകൊണ്ട് നൽകുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, ഇത്രയുമാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള അക്കൗണ്ടിങ് ടേംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കിയത് ഏതൊക്കെയാണോ വ്യത്യസ്തമായിട്ടുള്ള ആ അക്കൗണ്ടിങ് ടേംസ്. അപ്പോൾ അവർക്കുള്ള ക്ലാസിഫിക്കേഷൻ, പ്രത്യേകിച്ച് അസറ്റിനും ലയബിലിറ്റിക്കും ഒക്കെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതെന്തൊക്കെയാണ്, ഓരോന്നിനും വരുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കുക. അപ്പോൾ ഇത്രയും നേരം എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അവർക്കും വളരെ പ്രയോജനം ഉണ്ടാകും ഈ ഒരു വീഡിയോ. അപ്പോൾ വളരെയധികം നന്ദി നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടിന്. ദൈവം നിങ്ങൾക്ക് നല്ലത് മാത്രം വരുത്തട്ടെ.